ട്രേഡേഴ്സ് വെൽക്കം. അപ്പോൾ ഇന്ന് കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഒരു വീഡിയോ. എനിവേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഡയറക്റ്റ് ട്രേഡ് റിലേറ്റഡ് അല്ല, ബട്ട് നിഫ്റ്റി ബീസിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ടെലിഗ്രാമിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിന് വന്ന ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് നിഫ്റ്റി ബീസിനെ കുറിച്ച് അറിയുന്നവരാണ് ഇപ്പോൾ ഭൂരിഭാഗവും. ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിഫ്റ്റി ബീസിനെ കുറിച്ച് അറിയാം. പക്ഷേ അവിടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തായിരിക്കണം ഒരു പ്രോപ്പർ മെത്തേഡ് എന്ന് അറിയാത്തവരാണ്. സോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ഇൻവെസ്റ്റിങ്ങിൽ ഞാൻ നിഫ്റ്റി ബേസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു സിമ്പിൾ കാര്യമാണ്. സോ ഇത് നിങ്ങൾക്കും ഇതുപോലെ ചെയ്തു നോക്കാം. പക്ഷേ അതിനു മുന്നേ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ലോജിക്കൽ റീസൺ ഉണ്ടായിരിക്കണം. പല സമയത്തും നമുക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കൊരു റീസൺ ഉണ്ടാവും, പക്ഷേ ഒരു ലോജിക്കൽ റീസൺ ഉണ്ടാവില്ല. സോ ഗൈസ്, എന്തുകൊണ്ട് നിഫ്റ്റി ബേസിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിൻ്റെ ലോജിക്കൽ റീസൺ എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് ഓൺ ദ ലോങ് റൺ അതെപ്പോഴും മുകളിലേക്കായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഒരു കാര്യം ഓർക്കുക, നിഫ്റ്റി ബീസ് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അല്ലാതെ ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ 2 വർഷത്തേക്കോ നമ്മൾ ചെയ്യുന്നതല്ല. നിഫ്റ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം ഒരു 16,000 എന്ന ലെവലിലാണ് നിഫ്റ്റി റൺ ചെയ്യുന്നത്. സോ ഈ ഒരു ലെവലിൽ റൺ ചെയ്യുമ്പോൾ ഒരു ലോട്ട് നിഫ്റ്റി നമുക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സിലാണ് നമുക്ക് വാങ്ങാൻ പറ്റുക. പക്ഷേ ഇങ്ങനെ വാങ്ങുമ്പോഴും അതിനും എക്സ്പയറീസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വാങ്ങുക വിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നിഫ്റ്റി ബീസിലാണ്. നിഫ്റ്റി 50-ലെ എല്ലാ കമ്പനിയിലും ഒരു ചെറിയ ഷെയർ വാങ്ങുന്ന അതേ എഫക്റ്റാണ് നമ്മൾ നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം. പ്ലസ് ഇൻഡിവിജ്വൽ കമ്പനീസിൻ്റെ റിസ്ക് ഇവിടെ ഇല്ല. നിങ്ങളുടെ മുഴുവൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്, നിഫ്റ്റി ബീസിൻ്റെ ഇപ്പോഴത്തെ ഇന്നത്തെ പ്രൈസ് അറൗണ്ട് 176 ആണെന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു ലെവലിലാണ് നിഫ്റ്റി ബീസിൻ്റെ പ്രൈസ്. ദാറ്റ് മീൻസ് നിങ്ങളൊരു മാസം 500 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് 2 ക്വാണ്ടിറ്റി നിഫ്റ്റി ബീസ് നമുക്ക് മേടിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഒരു വർഷം 24. ഇത് ഞാൻ പറയുന്നത് സാധാരണ സ്റ്റുഡൻസിനെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതേസമയത്ത് സാലറീഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനുള്ള പൈസ ഉള്ളവരാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. സോ ഇതിനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ മാത്രം കൺസിഡർ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ വേറൊരു കാര്യം കൂടി പറയാം, മ്യൂച്വൽ ഫണ്ട്സിലും നിഫ്റ്റി ബീസുമായിട്ട് വളരെ മാച്ചിങ് ആയിട്ടുള്ള ഇൻഡെക്സ് ഫണ്ട്സ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മ്യൂച്വൽ ഫണ്ട്സിൽ എക്സ്പെൻസ് റേഷ്യോ എപ്പോഴും കൂടുതലായിരിക്കും. നിഫ്റ്റി ബീസിൽ നമ്മളത് നോർമൽ ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് കൂടാതെ തന്നെ എക്സ്പെൻസ് റേഷ്യോ കുറവാണ്. ഇതുപോലെയുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, മ്യൂച്വൽ ഫണ്ട്സിൽ ഒരു ഫണ്ട് മാനേജറാണ് ഡിസൈഡ് ചെയ്യുന്നത് അതിലെ പല കാര്യങ്ങളും. സോ ഫണ്ട് മാനേജർ ഓൾവേസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിഫ്റ്റിയുടെ ആവറേജ് റിട്ടേണെ ബീറ്റ് ചെയ്യാനാണ് അവർ ശ്രമിക്കുക. അതായത് നിഫ്റ്റി എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് എക്കണോമിയുടെ ഇൻഡിക്കേറ്ററാണ്. അതിനെ ബീറ്റ് ചെയ്യാൻ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം ശ്രമിക്കുമ്പോൾ എല്ലാ സമയത്തും അത് വർക്ക് ആയിക്കൊള്ളണമെന്നില്ല. കാരണം അവർ കൂടുതൽ റിസ്ക് എടുക്കുമ്പോഴാണ് അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഉള്ളത്. സോ ആ സമയത്ത് അത് വർക്ക് ആവണമെന്നില്ല. സോ വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ട് നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പല മ്യൂച്വൽ ഫണ്ട് ഇൻഡെക്സ് ഫണ്ട്സിൻ്റെ റിട്ടേൺ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് പല ഇൻഡെക്സ് ഫണ്ടിൻ്റെയും റിട്ടേൺസ് ഈക്വൽ അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ടിൻ്റെ ഒരു പോർഷൻ ഡെഫിനറ്റ്ലി എല്ലാ മാസവും നിഫ്റ്റി ബീസിൽ ഇടണം. അതെങ്ങനെ ഇടണം, ഞാൻ എന്താണ് നോർമലി ചെയ്യുന്നതെന്നുള്ള വളരെ ഡെഡ് സിമ്പിളായിട്ടുള്ള കാര്യം ഈ ഒരു വീഡിയോയിൽ കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ. ബെഞ്ച് മാർക്ക് എക്സ്ചേഞ്ച് ട്രേഡഡ് സ്കീം എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ബീസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത്. അതുപോലെ ബാങ്ക് ബീസ്, ഗോൾഡ് ബീസ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു റിസ്ക് ഉണ്ട്. കാരണം ബാങ്ക് ബീസ് എന്ന് പറയുന്നത് ഓൺലി ഫിനാൻസ് ആണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഗോൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഗോൾഡാണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അതേസമയത്ത് നിഫ്റ്റി ബീസ് എന്ന് പറയുമ്പോൾ ഓൾ നിഫ്റ്റി 50 സ്റ്റോക്സ്. നമുക്കറിയാം യെസ് ബാങ്ക് എന്ന് പറയുന്നത് നേരത്തെ നിഫ്റ്റി 50-ൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ്. ആ സ്റ്റോക്കിനെ അവസാനം നിഫ്റ്റി 50-ൽ നിന്ന് ഒഴിവാക്കി. കാരണം നിഫ്റ്റിയുടെ പെർഫോമൻസിൽ നിന്ന് അവരുടെ കണ്ടീഷൻസിൽ നിന്ന് ഔട്ടാകുമ്പം ഒരു ബാങ്കിനെയോ അല്ലെങ്കിൽ എന്തിനെയും പുറത്താക്കാനുള്ള സിസ്റ്റം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. കാരണം ഏതെങ്കിലും ഇതിനകത്ത് 1-2 ബാഡ് കമ്പനീസ് വരുവാണെങ്കിൽ അവരെ ഇമ്മീഡിയറ്റ്ലി പുറത്താക്കാനും അതുപോലെ കൂടുതൽ പെർഫോം ചെയ്യുന്ന കമ്പനീസിനെ
ഉള്ളിലേക്ക് കൊണ്ടുവരാനുള്ള സിസ്റ്റം നിഫ്റ്റിയിലുണ്ട്. അതുപോലെ തന്നെ എല്ലാ സമയത്തും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്കൊരു പേർപ്പസ് ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ്, ഇതുപോലെയുള്ള ഒരു പേർപ്പസ് എല്ലാ സമയത്തും ഉണ്ടായിരിക്കുക. അതേസമയത്ത് നിങ്ങൾ വളരെ യങ് ആണ്, ഇപ്പോൾ ഒരു പർപ്പസിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും 500ഓ 1000ഓ എത്രയാണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. ഇനി നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പറയാം, ഇത് എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 5000 റുപ്പീസ് പെർ മന്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അത് 500 ആവാം, അല്ലെങ്കിൽ 50,000ഓ 5 ലാഖോ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അത് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ 5000 ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ ആദ്യം നിങ്ങളതിനെ ചെയ്യേണ്ടത് അതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മളിവിടെ ചെയ്യുന്നത് ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് റൂളാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ എല്ലാ മാസവും ഒരു 5-ാം തീയതി അല്ലെങ്കിൽ 3-ാം തീയതി 7-ാം തീയതി എന്നൊക്കെ പറയുന്ന ടൈമിൽ നമ്മളുടെ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പൈസ ഡിഡക്റ്റ് ആവുകയാണ് SIPകളിൽ ചെയ്യുന്നത്. എന്നാൽ ഈ SIP നമ്മളാണ് ഇവിടുത്തെ കൺട്രോളർ, നമ്മളാണ് തീരുമാനിക്കുന്നത് എപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. സോ 5000 നമ്മളുടെ കയ്യിലുണ്ട്, നമ്മളതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു, 2500 2500. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മളുടെ കയ്യിലുണ്ട്, ഈ 2 പോർഷൻ നമ്മളുടെ കയ്യിലുണ്ട് ഒരു മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുക. കാരണം നമ്മൾ ഈ നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം, വേറെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഫുൾ ടൈം ട്രേഡേഴ്സ് ഉണ്ടാവാം, പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ എല്ലാവർക്കും ചാർട്ട് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഡെയിലി നിങ്ങൾ നിഫ്റ്റി ഡൗൺ ആകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത കാര്യമാണ്. കാരണം ഒരു വർഷം 252 ട്രേഡിംഗ് ഡേയ്സിലും മാർക്കറ്റ് നോക്കിയിരിക്കുക അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ പല ആൾക്കാരെ സംബന്ധിച്ചും പോസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് കുറച്ചുകൂടി സിംപ്ലിസിറ്റി കൊണ്ടുവരികയാണ് ഇതിലേക്ക്. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ട്രേഡിങ്ങിലാണെങ്കിലും ഇൻവെസ്റ്റിങ്ങിലാണെങ്കിലും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഡെഡ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യില്ല. കോംപ്ലിക്കേഷനിലേക്ക് പോയാൽ മാത്രമേ എനിക്ക് ട്രേഡിങ്ങിൽ നിന്ന് പൈസയാക്കാൻ പറ്റൂ, ഇൻവെസ്റ്റിങ്ങിൽ നിന്ന് പൈസയാക്കാൻ പറ്റൂ എന്ന് നമുക്ക് തോന്നുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ തോന്നിപ്പിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. വീക്ക്ലി ചാർട്ടിൽ പോവുക. നിങ്ങൾ ഇത്രയും ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളുടെ കയ്യിലുള്ളത് 2 പോർഷനാണ്, അതായത് 2500. ഓരോ വീക്കിലും ഫ്രൈഡേ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് റെഡിലാണെങ്കിൽ ആ വീക്കിൽ നമ്മൾ ഒരു പോർഷൻ നിഫ്റ്റി ബീസ് ബൈ ചെയ്യുന്നു. ഇതെപ്പോഴൊക്കെ സംഭവിക്കുന്നോ അപ്പോഴൊക്കെ നമ്മൾ വാങ്ങുന്നു. ദാറ്റ് മീൻസ് നമുക്കൊരു മാസം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളുടെ കയ്യിൽ 2 പോർഷനാണ് ഉള്ളത്. അതായത് 2500 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത 2 പോർഷനാണ് ഉള്ളത്. നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ നിന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, സപ്പോസ് ഈ ഒരു ക്യാൻഡിലാണ് മന്തിൻ്റെ ആദ്യത്തെ വീക്ക്ലി ക്യാൻഡിൽ എന്ന് വിചാരിച്ചോളൂ. അത് റെഡാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, 2500 ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഇത് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒന്നുകിൽ ഫ്രൈഡേ ഈവനിങ്ങിൽ, ഫ്രൈഡേ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ നോക്കി ഫ്രൈഡേ തന്നെ വാങ്ങാം. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് അതിന് സമയമില്ല എന്നുണ്ടെങ്കിൽ വീക്കെൻഡിൽ നോക്കുക. ലാസ്റ്റ് വീക്കിൽ നിഫ്റ്റി റെഡിലാണ് ക്ലോസ് ചെയ്തതെങ്കിൽ മൺഡേ മോർണിംഗിൽ മാർക്കറ്റ് ഓർഡറിൽ നിങ്ങളുടെ നിഫ്റ്റി ബീസ് വാങ്ങിയേക്കുക 2500 രൂപയ്ക്കുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ എത്രയാണോ ഹാഫ് പോർഷൻ അത്രയ്ക്കുള്ളത്. അതിനുശേഷം നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണാം അതൊരു ഗ്രീനാണ്. സോ നമുക്കിവിടെ പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണുന്നത് ഒരു റെഡാണ്. എഗെയിൻ ഇവിടെ നിങ്ങളൊരു 2500 ഇൻവെസ്റ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ 2 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു മാസം 4 ക്യാൻഡിൽസ് ക്രിയേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ ഈ 4-ൽ ആദ്യത്തെ 2, അതായത് ആദ്യത്തെ 3 വീക്കിൽ 2 റെഡ് ക്യാൻഡിൽ കിട്ടി. നമ്മൾ ടോട്ടൽ 5000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നുമില്ല. അതിനുശേഷം ഒരു റെഡ് ക്യാൻഡിലും കൂടി വന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ വീക്കിൻ്റെ ലാസ്റ്റും ഒരു റെഡ് ക്യാൻഡിലായിരുന്നു. ഇഗ്നോർ ഇറ്റ്, അത് നമ്മളെ സംബന്ധിച്ച വിഷയമല്ല. കാരണം നമ്മൾ പ്ലാൻ ചെയ്ത റൂൾ പ്രകാരം നമ്മൾ ചെയ്ത് കഴിഞ്ഞു.
ഓക്കെ, ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ പിന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഇതിപ്പോൾ സപ്പോസ് ഒരു പുതിയ വീക്കാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഒരു എക്സാമ്പിളിന് വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഈ ഒരു പോയിന്റിൽ ഒരു പുതിയ വീക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 1, 2 2 വീക്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. തേർഡ് വീക്കിൽ നമുക്കൊരു 2500 ഇടാൻ വേണ്ടി ഓപ്പർച്യൂണിറ്റി കിട്ടി. ഫോർത്ത് വീക്കിൽ കിട്ടിയില്ല. ദാറ്റ് മീൻസ് നമ്മളൊരു മാസം 5K ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ നമ്മളുടെ റൂൾ പ്രകാരം 2500 മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബാക്കി 2500 പെൻഡിങ് ഉണ്ട്, റൈറ്റ്? തേർഡ് വീക്ക് ആയതുകൊണ്ട് നമുക്കറിയില്ലായിരുന്നു ഫോർത്ത് വീക്ക് ഇത് റെഡ് ആവുമോ ഗ്രീൻ ആവുമോ. സോ നമ്മളൊരു 2500 ബാക്കി വെച്ചു. പക്ഷേ ഫോർത്ത് വീക്ക് ഗ്രീൻ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മളത് എന്താ ചെയ്യുക? സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അത് നെക്സ്റ്റ് മന്തിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അതായത് നെക്സ്റ്റ് മന്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നെക്സ്റ്റ് മന്തിലും ഇപ്പോൾ ഇവിടെ കാണാം നമ്മളതിന് ശേഷം 1, 2, 3, 4 നെക്സ്റ്റ് മന്തിലും ടോട്ടലി നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല എങ്കിൽ ദാറ്റ്സ് ഓക്കെ. നമുക്കത് കാരണം ചില സമയത്ത് മാർക്കറ്റ് വളരെ ബുള്ളിഷ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ സമയത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടിയെന്ന് വരില്ല. അത് നിങ്ങൾക്ക് ജസ്റ്റ് പുഷ് ചെയ്ത് നെക്സ്റ്റ് മന്തിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ നമ്മൾ ഈ 2 എണ്ണം കിട്ടുമ്പോൾ നമ്മൾ ഈ 2 എണ്ണത്തിൽ 2500 ചെയ്യുന്നതിന് പകരം 5000 ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അതല്ല നിങ്ങളത് പിന്നെയും പുഷ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. സോ വളരെ സിമ്പിളായിട്ടുള്ള റൂളാണ്. ക്യാൻഡിൽ റെഡ് ആണെങ്കിൽ ആ വീക്കിൽ ഒരു പോർഷൻ ഇൻവെസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ് ആണെങ്കിൽ അവിടെ വീണ്ടും ഒരു പോർഷൻ ഇൻവെസ്റ്റ് ചെയ്യുക. ആ മന്തിലെ നമ്മളുടെ കോട്ട കഴിഞ്ഞാൽ പിന്നെ ആ മന്തിൽ ഇനിയൊരു റെഡ് ക്യാൻഡിൽ വന്നാലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ വീക്ക്ലി ക്യാൻഡിൽ നമുക്ക് കാണുമ്പോൾ ക്യാൻഡിൽസിൻ്റെ സൈസ് ചെറുതാണെങ്കിലും അത് ആക്ച്വലി വലിയ പെർസെൻറ്റേജ് മൂവ്സ് ആയിരിക്കും. ഇപ്പോൾ ഒരു 1% ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ 3%, 4% ഇതുപോലെയൊക്കെയുള്ള മൂവ്സ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി ടൈംസും. സോ അങ്ങനെയുള്ള ഒരു മൂവിനെ കൂടി നമ്മളിവിടെ ബെനിഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ കയ്യിൽ 500 ആണ് ഉള്ളത് എങ്കിൽ അത് 2 പോർഷനായി ഡിവൈഡ് ചെയ്ത് 2 ലോട്ട്, അതായത് ഓരോ പ്രാവശ്യം ഓരോ ലോട്ട് വെച്ച് അല്ലെങ്കിൽ ഓരോ ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാരെ സംബന്ധിച്ചൊരു ചോദ്യം വരുന്നുണ്ടാകും, ഒരു വർഷത്തേക്ക് 24 ക്വാണ്ടിറ്റി മാത്രം കിട്ടിയതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മളൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ജോലി കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർ കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത് ഫുഡ് അല്ലെങ്കിൽ അതുപോലെ ട്രിപ്സ് ഇതുപോലെയൊക്കെ കാര്യങ്ങളിലായിരിക്കും. അതിൽ നിന്നൊരു ചെറിയൊരു എമൗണ്ട് മാറ്റി വെച്ച് നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കാണുന്നവരുടെ നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതൊരു ലോങ് ടേമിൽ അവർക്ക്, സപ്പോസ് ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഒരു 18 അല്ലെങ്കിൽ 20 ഉള്ള ഒരാൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 25-27 ഇയേഴ്സൊക്കെ ആകുമ്പോൾ അവരിത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കളിയല്ല, അവിടെ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏണിങ്സാണ് അവർക്ക് കിട്ടുന്നതെന്നുള്ളത്. ആ 24 ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ ഒരു പെർസെൻറ്റേജ്, സപ്പോസ് അവരുടെ ഒരു 15 അല്ലെങ്കിൽ 17% റിട്ടേൺ അവർക്ക് അവിടെ കാണിക്കുന്ന സമയത്ത് അവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും അവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളിത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ പല ആൾക്കാരും പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് ഒരുപാട് മ്യൂച്വൽ ഫണ്ടിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നതിനേക്കാളും ഈസിയാണിത്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ, അത് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ ഇതുപോലെയുള്ള, അതായത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർ ഇപ്പോൾ വളരെ കുറവാണ് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ എന്ന് പറഞ്ഞാൽ 18 വയസ്സാകുമ്പോൾ പാസ്പോർട്ട് എടുക്കുന്ന ആൾക്കാരാണ് അധികവും. അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ 18 വയസ്സ് തികയാൻ വേണ്ടി കാത്തു നിൽക്കും പല ആൾക്കാരും ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി. സോ ഈ ഒരു കണ്ടീഷനിൽ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് വളരെ വലുതായിരിക്കും. ഇതൊരു മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അതിന് അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകളുണ്ട്. സോ ആ റിസ്ക് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു, എൻ്റെ ആദ്യത്തെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇന്ത്യയുടെ എക്കണോമി എല്ലാ സമയത്തും ഓൺ ദ ലോങ് റൺ മുകളിലേക്ക് പോകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ്റെ മുകളിലാണ് നിഫ്റ്റി ബീസ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക. സീ യു സൂൺ.